നമസ്കാരം. കലാലയങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൾസ് തേടിയുള്ള മീഡിയ വൺ വോട്ട് പാതയുടെ പ്രയാണം പല ജില്ലകളും പല ക്യാമ്പസുകളും കടന്നിതാ എറണാകുളത്തെത്തിയിരിക്കും. എറണാകുളത്തെ സെന്റ് തെരേസാസ് കോളേജ് ക്യാമ്പസിലാണുള്ളത്. ഇവിടെയുള്ള മിടുക്കികളായ ഒരുപാട് കുട്ടികളെ നമുക്ക് ജേർണലിസം വിദ്യാർത്ഥികളാണ്. അവരോട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യം എന്ന് വെച്ചാൽ കേസുകളിൽ പ്രതികളായവർ, കളങ്കിതരായവർ, കുറ്റാരോപിതരായ ആളുകൾ, അഴിമതിക്കാർ ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ? ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു. അതിന് ഇവിടെയുള്ള കുട്ടികൾക്ക്, ജേർണലിസം വിദ്യാർത്ഥികൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ആര് പറയും ആദ്യത്തെ ഒരു ആൻസർ? ഞങ്ങളുടെ ചോദ്യം നിങ്ങൾ കേട്ടാണെന്ന് വിചാരിക്കുന്നു. എന്താ പറയാനുള്ളത്? പലതരം കേസുകളിൽ പ്രതികളായ ആളുകൾ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. അതിന്റെ നിയമവശം എന്ന് വെച്ചാൽ 2 വർഷം കോടതി തടവിന് ശിക്ഷിച്ചാൽ അവർ അയോഗ്യരാകും എന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ലേറ്റർ സംഭവിച്ചൊരു കാര്യം നമുക്കറിയാം. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിച്ചയാളും മത്സരിക്കാൻ പോകുന്നു. അയാൾ ജയിലിൽ നിൽക്കുന്നു. അണികൾ, പ്രവർത്തകർ താഴെത്തട്ടിൽ. അങ്ങനെ കേസുകളിൽപ്പെട്ട MLA-മാരുണ്ട് അല്ലേ? റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ. ഒരു പാർട്ടിക്കാരെ മാത്രം നമ്മൾ പറയുന്നില്ല. എല്ലാ പാർട്ടിയിലും പെട്ട പലതരം കേസുകളിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ മത്സരിക്കുന്നു, ജനപ്രതിനിധികളായിരിക്കുന്നു, പല തോതിൽ നമ്മളെ സേവിക്കുന്നു. അത് പാടുണ്ടോ? പാടില്ല. കാരണം അത് എന്താ പറയുക, ഇപ്പം അങ്ങനത്തെ ആൾക്കാർ വീണ്ടും ഭരണത്തിൽ വരുമ്പോൾ ഇത് തന്നെയാണല്ലോ റിപ്പീറ്റഡ് ടൈംസ് സംഭവിക്കുന്നത്. അപ്പോൾ ഐ കംപ്ലീറ്റ്ലി ഒപ്പോസ് ടു ഇറ്റ്. പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു ഗുഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം വരും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നല്ല പ്രവണത അല്ലാതെ അല്ലേ? ഇല്ല, എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. കാരണം അങ്ങനത്തെ ആൾക്കാർ അതെ, കാരണം നമ്മളിപ്പോ പെമ്പിള്ളാരാണ്. അപ്പോൾ വി നീഡ് സേഫ്റ്റി ടു, റൈറ്റ്? ഇപ്പൊ ചില കേസുകളുണ്ട്, ഇതൊക്കെ അതിനുവേണ്ടി ഇവരാരും ദേ ആർ നോട്ട് ഒപ്പോസിങ് ഇറ്റ് ടു. ഇവരൊക്കെ ഈ ഭരണത്തിൽ ഇരിക്കുമ്പോഴും അതിനെതിരെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്കിപ്പം ഒറ്റയ്ക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല സ്റ്റിൽ ഇന്ത്യയിൽ. സോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മാറി വി ഷുഡ് ഗിവ് ഓപ്പർച്യൂണിറ്റി ഫോർ ന്യൂ പീപ്പിൾ സോ ദാറ്റ് നമുക്കൊരു ഗുഡ് ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് കിട്ടുമല്ലോ. മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? തെറ്റില്ല. ഇവിടെ ഒരാളുണ്ട്. പേര് പറഞ്ഞു. ആയിഷ ജേർണലിസം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ മാസ്റ്റേഴ്സ്. ഓക്കെ. കുറ്റാരോപിതരോ കുറ്റവാളികളോ ഏതെങ്കിലും കേസിൽ പ്രതികളായവരോ അഴിമതിക്കാരോ ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല. അവർ ധാർമ്മികത കണക്കിലെടുത്ത് മാറി നിൽക്കണം എന്നാണോ? എന്താ അഭിപ്രായം? ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നു നമ്മൾക്കൊരു റെവല്യൂഷൻ വരണമെങ്കിൽ എനിബഡി ലൈക്ക് കുറച്ച് വയലൻസ് ഉണ്ടാവും. സോ അതൊരു പ്രോബ്ലം അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറേ റെവല്യൂഷന് വേണ്ടി ദർ ആർ പീപ്പിൾ ഹു ഹാവ് ഫോട്ട് ഹാർഡ്. പക്ഷെ അതൊരു വയലൻസ് ആയിട്ട് കണക്കാക്കി എടുത്തു ചിലർ. അപ്പം അതുകൊണ്ട് അവർ ജയിലിലായി. സോ എൻ്റെ ഒപ്പീനിയനിൽ ഐ തിങ്ക് ആർക്ക് വേണമെങ്കിലും ഒരു വോട്ടിംഗ് ഇലക്ഷൻ ഇതിനു വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബിക്കോസ് ചേഞ്ച് വരണമെങ്കിൽ കുറച്ച് ചിലപ്പോൾ വയലൻസ് ആവശ്യമായിരിക്കും. ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് ശരിക്കുമുള്ള ഞാൻ ശരിക്കും അത് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ തന്നെ കേസെടുക്കപ്പെട്ടതാണോ എന്നൊന്നും കൃത്യമായി തീർപ്പിലെത്താൻ കഴിയാത്തൊരു ഘട്ടത്തിൽ അയാളെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നൊരു ലൈനാണോ? രണ്ടും ഒരുമിച്ച് നടക്കണം. ബിക്കോസ് ആ കേസും പിന്നെ നിങ്ങളുടെ ഇതിലുള്ള ആ ഫോൾട്ടും അതും പ്രോപ്പർ ആക്കണം. സോ ഐ ഫീൽ ലൈക്ക് രണ്ടും പ്രൂവ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നാണോ? ഞാൻ നിരപരാധിയാണ് എന്ന് കോടതിയിൽ ബോധ്യപ്പെടുന്നതുവരെ, കോടതി പറയുന്നത് വരെ ഞാൻ മാറി നിൽക്കുക, അങ്ങനെയാണോ? അല്ല, മാറി നിൽക്കണ്ട. ഫൈറ്റ് ചെയ്യാം. പക്ഷേ അതിന്റെ ഇടയിൽ ആ കേസും പോണം. ഫ്രീ മാൻ ആണോ എന്നും നോക്കണം. അപ്പോ ഒരാളൂടെ അപ്പോൾ കളങ്കിതരായ ആളുകൾ, കുറ്റാരോപിതർ, പ്രതികളായ ആളുകളൊക്കെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണം എന്ന ആവശ്യത്തോടുള്ള അഭിപ്രായം? നമുക്ക് കോടതിയിൽ പൊതുവെ എൻ്റെ ഒരു ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇന്നസെൻറ്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സിനാറിയോയിൽ ആരൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ആരെയൊക്കെ എതിരെ കേസസ്, പൊളിറ്റിക്കൽ കേസസ് വേണ്ടിയിട്ട് ലൈക്ക് ബേർഡൻ ചെയ്യുന്ന പോലെ ഉണ്ട്. ദെൻ ദാസ് റിയൽ കേസസ് ഓൾസോ. സോ ആ ഒരു ലീഗൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ന്യൂആൻസ്ഡ് കേസ്, റൈറ്റ്? പക്ഷേ പാർട്ടി ആരെയും മുന്നോട്ട് വയ്ക്കുന്നോ അത് പാർട്ടിയുടെ നിലപാടാണ്. സോ അതനുസരിച്ച് നമ്മൾ പൊട്ടന്മാരല്ലല്ലോ, നമുക്കറിയാലോ കേസുകൾ എങ്ങനെയാണ് നടക്കുന്നത്, നമുക്കറിയാം
കേസുകളുടെ സത്യാവസ്ഥ എന്താണ്, അത് മീഡിയയുടെ ഒരു ഭാഗവും കൂടാണ്, നമ്മൾ അങ്ങനെയാണ് അറിയുന്നത്. അല്ല, സത്യാവസ്ഥ അറിയണമെങ്കിൽ കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടത് കൂടി കോടതിയിൽ പ്രൂവ് അത് ഒരു ലീഗൽ ആസ്പെക്ട് ആണ്. പക്ഷെ ഒരു സോഷ്യൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, നമുക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ഏതൊക്കെയൊക്കെയോ പെർസ്പെക്റ്റീവ്സ് നിന്ന് എന്തൊക്കെയൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി അതൊരു ലീഗൽ ആസ്പെക്ട്. ഒരു സോഷ്യൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ പാർട്ടി വെക്കട്ടെ, പക്ഷെ അത് അനുസരിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ നോളജബിൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. വോട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഡെമോക്രാറ്റിക് റൈറ്റ് മാത്രമല്ല, നമ്മളൊരു ഡെമോക്രാറ്റിക് ഡ്യൂട്ടിയും കൂടാണ്. കുറ്റാരോപിതർക്ക് വോട്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ തീരുമാനിക്കണം. ആ ഒരു ഡിസിഷൻ, ആ ഒരു പവർ നമുക്കുള്ളതാണ്. നമുക്ക് ആ ഒരു